ഇഖ്റഅ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ പഠനത്തിലേക്കാണ് ഖുർആൻ ആദ്യമായി വിരൽ ചൂണ്ടിയത്. ആ വഴിയിൽ സഞ്ചരിച്ച മഹാനായ ആലിമാൻ മഹാനായ ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി, ഷഖീഖുൽ ബൽഖിയുടെ മഹാനായ ശിഷ്യൻ, മഹാനായ ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി, അവരോടുകൂടെ 30 വർഷം കൂടെ കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചെടുത്തു എന്ന് ചോദിച്ചു ഹാത്തിമുൽ അസമ്മിനോട് മഹാനായ ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിമ. മുൻദു കം സഹിബ്തനി, എത്ര കാലമായി എന്റെ കൂടെ കൂടിയിട്ടും ചോദിച്ചു മഹാനായ ഗുരു മഹാനായ ശിഷ്യനോട്. മുൻദു 30 ആമൻ, 30 കൊല്ലായല്ലോ എന്ന് പറഞ്ഞു. 30 വർഷം. എന്തേ നീ പഠിച്ചത്? 8 മസായിൽ, ഞാൻ പഠിച്ചത് ഈ 8 മസ്അലകളാണ്. മഹാനായ ഷഖീഖുൽ ബൽഖി പറഞ്ഞ വാക്ക്, 30 കൊല്ലം കൊണ്ട് പഠിച്ചത് 8 മസ്അലകളോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തിർജാ ചെയ്തുന ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞു ഷഖീഖുൽ ബൽഖി തങ്ങൾ. 30 കൊല്ലം കൊണ്ട് പഠിച്ചത് ആകെ 8 മസ്അലെ. ഹാത്തിമിൻ ഇൻദിക്, ആ 8 മസ്അല എന്താണെന്ന് പഠിപ്പിച്ചതാ. ഈ 8 മസ്അലയാണ് നമ്മുടെ അറിവിന്റെ ആകത്തുകയായി മാറേണ്ടത്. ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പഠനം ഒന്നൊരു കാര്യമില്ല. നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ കുറെ പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഇടമാകും എന്നല്ലാതെ അറിവിന്റെ ഗോപുരമായി മാറുകയില്ല. ഈ 8 മസ്അലകൾ ഹാത്തിമുൽ അസം മഹാനായ ഗുരുവിൽ നിന്ന് ഷഖീഖുൽ ബൽഖി എന്ന് പഠിച്ചത് ഞാൻ ആമുഖത്തിലെ പറയാൻ, ഒരു പക്ഷേ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സമയം തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. ഒന്നാമത്തെ മസ്അല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ ഉസ്താദ് നളർതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടികൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു മഹബൂബ്, ഒരു സ്നേഹിതനുണ്ട്, കൂട്ടുകാരുണ്ട്. വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതസാവിരീന ഫിയ എന്ന് അല്ലാഹു നാളെ പറയുകയും, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച് എനിക്ക് വേണ്ടി പരസ്പരം ഒരുമിച്ച് കൂടുകയും എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്റെ മുഹബ്ബത്ത് നിർബന്ധമാണ്. ഉദില്ലുഹും ഫീ ദില്ലി അർശി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലല്ലാതെ മറ്റ് യാതൊരു തണലുമില്ലാത്ത നാളിൽ എനിക്ക് വേണ്ടി സ്നേഹിച്ചവർക്ക് ഞാൻ തണൽ കൊടുക്കും എന്ന വിഭാഗത്തിൽ അല്ലാഹു ഈ സിൽവർ ജൂബിലിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ ഉലമാഇന്റെ മുതഅല്ലിമീങ്ങളുടെ സ്നേഹിതന്മാരുടെ കൂട്ടുകാരുടെ പ്രസ്ഥാന ബന്ധുക്കളുടെ ഈ സംഗമം അല്ലാഹു നാളെ അർശിന്റെ തണൽ നൽകാൻ നമുക്ക് സഹായമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും മെഹബൂബുണ്ട്. എല്ലാ മെഹബൂബും ഖബർ വരെയാണ്. ഖബറിലെത്തിക്കഴിഞ്ഞാൽ തന്റെ മെഹബൂബിനെ അവിടെ ഇട്ടേച്ച് കൂടെയുള്ള മെഹബൂബ് തിരിച്ചു പോരുകയാണ്. ഇത് ഞാൻ കണ്ടു, തീരുമാനിച്ചു എനിക്കും ഒരു മെഹബൂബ് വേണം എന്റെ കൂടെ കടക്കാൻ. ഞാൻ ചെയ്തു. ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി, എല്ലാ നന്മകളും എന്റെ കൂട്ടുകാരാക്കി ഞാൻ മാറ്റുകയാണ് ഉണ്ടായത്. എന്റെ കൂട്ടുകാരൻ നന്മയാണ്, ഹസനാത്ത്. അതിൽ സ്വലാത്തുണ്ട്, അതിൽ വിക്റുണ്ട്, നന്മയ്ക്ക് വേണ്ടിയുള്ള യാത്രയുണ്ട്, പഠനമുണ്ട്, സ്വതക്കയുണ്ട്, പരസ്പര സഹായമുണ്ട്. എല്ലാ ഹസനാത്തുകളും എന്റെ ഹബീബ് കൂട്ടുകാരൻ നന്മയായിക്കോട്ടെ ഞാൻ തീരുമാനിച്ചു. ഹാത്തിം തങ്ങളോട് ചോദിച്ചു, മറ്റേതെന്താ, രണ്ടാമത്തേതെന്താണ്? നളർതു ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ വചനം നോക്കുകയാണ്. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. فَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ, അല്ലാഹുവിന്റെ തിരുമുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണമല്ലോ എന്ന് പേടിക്കുകയും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമല്ലോ. وَنَهَى النَّفْسَ عَنِ الْهَوَى, ശരീരത്തിന് ഇഷ്ടമുള്ള ഒരുപാട് ഇച്ഛകൾ, അത് പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, എന്റെ ശരീരത്തിന് ഇഷ്ടമുള്ളത് ഞാനത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹുവിനെ വേണ്ടി അവന്റെ മഹത്വം മനസ്സിലാക്കി പേടിക്കുകയും ചെയ്താൽ എന്താ ഭാഗ്യം? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗ്ഗമാണ് അവരുടെ അഭയകേന്ദ്രം, സ്വർഗ്ഗമാണ് അവന്റെ സങ്കേതം. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ പേടിക്കണം, ശരീരത്തെ സൂക്ഷിക്കണം. ഇത് ഞാൻ ശുദ്ധ കലാമിലെ സൂറത്തുൻ നാസിആത്തിൽ ഓതിയപ്പോ മഹാനായ ശൈഖിനോട് മഹാനായ ഗുരു ഹാത്തിമുൽ അസം പറയുന്നത്, എന്റെ ശരീരം പിടിച്ചു നിർത്തുകയും അള്ളാഹുവിന്റെ അനുസരണയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലാതെ പടപ്പുകളുടെ ഇഷ്ടം ഞാൻ നോക്കില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമാണോ ഞാൻ അതേ ചെയ്യൂ, ഇത് ഞാൻ തീരുമാനിച്ചു എന്ന് ഷഖീഖുൽ ബൽഖിയോട്. വാവ്, വണ്ടർഫുൾ. മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചു. 30 കൊല്ലം കൊണ്ട് പഠിച്ച ഇൽമാണിത്.
ശരീരം കൊണ്ട് തിന്മ ചെയ്യാതിരിക്കാൻ. ഇതിനൊന്നും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ ഇൽമ്, എന്തിനാ പിന്നെ നമ്മെ പറ്റുക? മൂന്നാമത്തേത് എന്താന്ന് ചോദിച്ചു. എല്ലാവരും മനുഷ്യന്മാർ മുഴുവനും വിലപ്പെട്ടതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ചിലത് ബാങ്ക് ലോക്കറിലുകളാണ്, ചിലത് വീടിനുള്ളിലെ പെട്ടികളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ചില ആധാരങ്ങൾ, ചില കോപ്പികൾ, ചില സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഞാനും സൂക്ഷിച്ചു വെക്കാനൊന്ന് തീരുമാനിച്ചു. അള്ളാഹുവിന്റെ കലാമ സൂറത്തുൻ നഹ്ലിൽ നോക്കിയപ്പോ മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും കേട്ടോ, അള്ളാന്റെ കയ്യിലുള്ളതേ ബാക്കിയാകൂ എന്ന് ഞാൻ കണ്ടപ്പോൾ എന്റെ എല്ലാം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. നാലാമത്തേത് എന്താണ്? ഓരോരുത്തരും അഭിമാനം കിട്ടാൻ വേണ്ടി ഓടുകയാണ്. ഞാൻ ശ്രദ്ധിക്കപ്പെടണം, ഞാൻ അറിയപ്പെടണം, എന്നെ ആളുകൾ നോക്കണം, എന്നെ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ സമ്പത്ത് കൊണ്ട് ചിലർ, കലാപ്രകടനം കൊണ്ട് മറ്റു ചിലർ, മറ്റേതെങ്കിലും വഴികളിലൂടെ മറ്റു ചില ആളുകൾ ഇങ്ങനെ ഫെയിമും അതുപോലെ തന്നെ പ്രശസ്തിക്കും വേണ്ടി ഷോ ഓഫ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ സൂറത്തുൽ ഹുജറാത്തിലേക്ക് നോക്കി. ആ സൂറയിൽ അള്ളാഹു പറഞ്ഞുവല്ലോ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് സെറ്റർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെന്ന്. ഞാൻ അതങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ആയിക്കോട്ടെ, എന്റെ മഹത്വം തേടിയുള്ള യാത്ര തഖ്വയിലാകട്ടെ. ഞാൻ തഖ്വയിലേക്ക് മടങ്ങി. മഹാനായ ഹക്കിമുൽ അസ്വം. മൂന്നാമത്തേത് പറഞ്ഞു, ആളുകൾക്ക് പേടിയുള്ള വിഷയം പൈസയെക്കുറിച്ചാണ്. ജോലി നഷ്ടപ്പെടുമോ, പണി പോകുമോ? ഇന്ന് പഠിക്കുന്നത് പോലും പൈസ കിട്ടാനാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി, അങ്ങനെ പ്രൊഫഷണൽ ലേണിംഗ്, പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കുട്ടികളുടെ കുത്തൊഴുക്ക്. ഇവിടെ മാഷ് പറഞ്ഞില്ലേ, മുസ്തഫ സാറ്, ഈ ജോലി ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം വർദ്ധിച്ചുകൊണ്ട്. എന്തിനാ പഠിക്കേണ്ടതെന്ന് അറിയണില്ല. പഠിക്കുന്നത് സ്രഷ്ടാവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ തിരിച്ചറിയാനുമാണ്. ഇതാണ് ലക്ഷ്യം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ രണ്ട് ഖൽക്കിന്റെയും രക്ഷിതാവിനെ മനസ്സിലാക്കിയാൽ, അവൻ അക്രമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്ജുദ് വഖ്തരിബ്, ആ റബ്ബിലേക്ക് അടുത്തേക്കണം. ഇതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം. ഇതിനാണ് നമ്മൾ പഠിച്ചത്. ഫസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്തേക്കണം, അള്ളാഹുവിലേക്ക് അടുത്തേക്കണം. ഓരോരുത്തരും ടെൻഷനാണ് ജോലിയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്. ഞാൻ നോക്കി വിശുദ്ധ കലാമിൽ അള്ളാഹുവിന്റെ വചനമുണ്ട്, നഹ്നു ഖസംനാ മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. നമ്മുടെ റിസ്കൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടില്ലേ? അത് പള്ളി നടത്തുന്ന കമ്മിറ്റിക്കാർ, പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ ഖജാൻജിയുടെയോ കയ്യിലല്ല. നഹ്നു ഖസംനാ മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഇത് ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ എന്റെ ആ ടെൻഷനൊക്കെ മുറിച്ചു കളഞ്ഞു. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല. പിന്നെ നോക്കി, ചില ആളുകൾക്ക് ശത്രുക്കളുണ്ട്. ഈ ലോകത്തിന്റെ അത്ഭുതം തന്നെ അതാണ്. ശത്രുതയില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. ശത്രുക്കളില്ലാത്തൊരു ലോകം കാണൂല, ബാത്തിലില്ലാത്തൊരു ലോകം കാണൂല. ഈ പ്രപഞ്ചം അള്ളാഹുവിന്റെ സുന്നത്ത്, റബ്ബിന്റെ ചര്യ അങ്ങനെയാണ്. ബാത്തില് അതിന്റെ കൂടെ ഹക്കുണ്ടാവും, ഹക്കലിന്റെ കൂടെ ബാത്തില് കാണും. സത്യം പറയുന്നവരുടെ കൂടെ നുണ പറയുന്ന കുറെ ആൾക്കാർ കാണും, അല്ലെ? ഒരേ കൂടിന്റെ കൂടെ ഒരു കളറിന് മാറ്റിയിട്ട് വേറെ കൂടി അവിടെ തന്നെ. ഇങ്ങനെ കളവും നുണയും ഒക്കെ കൂടെ പോകുന്നൊരു ലോകമാണിത്. ഇതങ്ങനത്തെ ഒരു ലോകമാണ്. എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ഞാൻ തീരുമാനിച്ചു, എന്റെ ശത്രു ആരായിരിക്കണം? ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നിങ്ങളുടെ മനസ്സിൽ തരുന്ന ടെംപ്റ്റേഷൻ, അത് പൈശാചികമാണ്. എന്റെ ശത്രു പിശാചാണ്. ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. ഏഴാമത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും അഭിമാനം നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റിസ്ക്കിലൂടെ. ആ റിസ്ക് അള്ളാഹു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ദവാബിൽപ്പെട്ട ഒരു ദാബയാണ്. എന്റെ കാര്യം എന്റെ റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ സർവ്വ ടെൻഷനും മാറ്റിവെച്ചു. എട്ടാമത് ഞാൻ നോക്കി, നളർതു ഇലൽ ഖൽഖ്. ഓരോരുത്തരിലേക്കും നോക്കുമ്പോ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ചിലർക്ക് അവരുടെ മാനേജറെയാണ്, ചിലർക്ക് അവരുടെ ബാങ്ക് ബാലൻസാണ്, ചിലർക്ക് അവരുടെ കെട്ടിടമാണ്, ചിലർക്ക് അവരുടെ കച്ചവടമാണ്, ചിലർക്ക് അവരുടെ ജോലിയാണ്, ചിലർക്ക് അവരുടെ കൃഷിയിടമാണ്. ഓരോരുത്തർക്കും ഓരോന്ന് ആശ്രയിക്കാനുണ്ട്. ഞാൻ സൂറത്തു ത്വലാഖിലേക്ക് നോക്കി, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവൻ മതിയല്ലോ. അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ അള്ളാഹു കാര്യങ്ങൾ സാധിപ്പിച്ചു തരുമല്ലോ. ഞാൻ തവക്കുലിന്റെ മുഖമുദ്രയാക്കി. ഈ 8 ഞാൻ പഠിച്ചത്. ഫഹുവ ഹസ്ബി,
ഇനി മറ്റൊന്നും 30 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് പഠിക്കാനുണ്ടായില്ല എന്ന് മഹാനായ ഷഖീഖുൽ ബൽഖിയോട് ഹാത്തിമുൽ അസ്വം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ 8 കാര്യങ്ങളായിരിക്കണം നമ്മുടെ പഠനത്തിൽ നിന്ന് കിട്ടേണ്ടത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.